വെൽക്കം ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ള നമ്മളെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഈ ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് യൂണിറ്റുകളെ കുറിച്ചല്ലേ, പേരിൽ തന്നെ ഉണ്ട് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. യൂണിറ്റുകളെ കുറിച്ചിട്ടും അല്ലെ മെഷർമെന്റ്സിന്റെ കുറച്ച് മെത്തേഡ്സുകളെ കുറിച്ചിട്ടൊക്കെയാണ് പഠിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, അടിപൊളി ചാപ്റ്ററാണ് അല്ലേ. അപ്പം അത് മാത്രമല്ല, ഇനിയും ഒരുപാട് ചാപ്റ്റേഴ്സ് അല്ലേ നമുക്കിങ്ങനെ കിടക്കുന്നുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സും ഇതുപോലെ തന്നെ കണ്ടന്റ് വീഡിയോസ് ആയിട്ടും ലൈവ് വീഡിയോസ് ആയിട്ടൊക്കെ നിങ്ങളുടെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളൊന്നും ടെൻഷൻ ആവണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ചാനൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങളെ കൺമുന്നിലോട്ട് വരുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ പറയാനുള്ള ഒരു കാര്യം, നമുക്കറിയാം നമ്മളിപ്പോൾ 7-ൽ നിന്നും 8-ലെത്തിയിരിക്കുകയാണ് അല്ലേ. വലിയ ആൾക്കാരായിരിക്കുകയാണ് അല്ലേ. ഹൈസ്കൂളിൽ എത്തിക്കഴിഞ്ഞു, നമ്മൾ വലിയ ആൾക്കാരായി കഴിഞ്ഞിരിക്കുകയാണ്. വലിയ ആൾക്കാരായതോട് കൂടെ തന്നെ പഠിക്കാനുള്ള കാര്യങ്ങളിലും വലിയ വലിയ മാറ്റങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത് അല്ലേ. 7-ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്ന ആ സയൻസ് എന്ന് പറഞ്ഞ ഒറ്റ ബുക്ക് ഇപ്രാവശ്യം നമുക്ക് പഠിക്കാനുള്ളത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്ന 3 സബ്ജക്റ്റുകളായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ യോധ ബാച്ച് നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അടിപൊളി ബാച്ചാണ് മക്കളെ, നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ജോയിൻ ചെയ്യുക. കാരണം റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ എപ്പോഴും നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസ് കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ചോദിച്ച് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, കാരണം നമുക്കറിയാം മുന്നോട്ടുള്ള ഓരോ ക്ലാസ്സുകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് അല്ലേ. അപ്പം ഈ 8-ലും 9-ലൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ ബേസിക്കോട് കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ 10-ാം ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു ബോർഡ് എക്സാമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല മാർക്കൊക്കെ വാങ്ങി നാട്ടിലൊക്കെ അങ്ങോട്ട് ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ട് അടിച്ച് പൊളിച്ച് വരാൻ പറ്റുള്ളൂ. സോ എന്ത് ചെയ്യുക, ബേസിക് അങ്ങോട്ട് സ്ട്രോങ് ആക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് അല്ലേ, നിങ്ങൾക്കിപ്പോൾ ഫീസ് ഭയങ്കര ഫീസായിരിക്കും എന്നൊന്നും ആലോചിച്ച് ടെൻഷൻ ആവേണ്ട. ഒരു വർഷത്തേക്ക് 2499 രൂപയാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് തന്നെയായിരിക്കും നമ്മുടെ ട്യൂഷൻ ബാച്ചിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. ഓക്കെ, സെറ്റ്. അപ്പം നമ്മുടെ ചാപ്റ്ററിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് പേരിൽ തന്നെ ഉണ്ട്, യൂണിറ്റ്സ്, മെഷർമെന്റ്സ് അല്ലേ. അളവുകൾ, യൂണിറ്റുകൾ, ഇത് തന്നെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മുടെ ലൈഫിൽ യൂണിറ്റുകൾക്കും അല്ലെ അളവുകൾക്കൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്, നമുക്ക് തന്നെ അറിയാം അല്ലേ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഈ ഒരു പെൻസിൽ എടുത്തിട്ട് നിങ്ങളോട് പറയുകയാണ്, ഈ ഒരു പെൻസിലിൻ്റെ 10 ഓഫ് ദിസ് പെൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിൽ എന്താ വരിക, പലത് വരും. ഫസ്റ്റ് വരിക ഈ പെൻസിലിന് 10 രൂപയാണ് എന്ന് നിങ്ങളെ മനസ്സിൽ വരിക. ചിലർ ചിന്തിക്കും അല്ലെ, കുറച്ചുകൂടെ ഹൈ ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ചിന്തിക്കണോ, ഈ പെൻസിലിൻ്റെ നീളം 10 അല്ലെ, പെൻസിലിൻ്റെ തൂക്കം 10. അങ്ങനെ പല 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 അസംഷൻസ് നിങ്ങളെ മൈൻഡിലോട്ട് വരും അല്ലേ. പക്ഷേ ഞാൻ ഈ 10 എന്ന് മാത്രം പറയുന്നതിന് പകരം ഞാൻ നിങ്ങളോട് പറയാണ് 10 സെൻറ്റിമീറ്റർ ഓഫ് ദിസ് പെൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലോട്ട് കൃത്യമായിട്ട് വരും, ഈ പെൻസിലിൻ്റെ നീളമാണ് 10 സെൻറ്റിമീറ്റർ എന്ന്. മനസ്സിലായല്ലോ. ഞാനൊരു സെൻറ്റിമീറ്റർ എന്ന് അല്ലേ, ഒരു സെൻറ്റിമീറ്റർ എന്ന് ഈ 10ൻ്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വ്യക്തമായിട്ട് ഞാൻ എന്തിനെക്കുറിച്ചിട്ടാണ് പറഞ്ഞത് എന്നുള്ള ഒരു ഐഡിയ വന്നു കഴിഞ്ഞാലോ, അതാണ് യൂണിറ്റുകളുടെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളത് പഠിച്ചിരിക്കണ്ടേ അല്ലേ. ഞാനിപ്പം പറയാണ് 10 ഗ്രാം ഓഫ് ദിസ് പെൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പെന്നിൻ്റെ മാസ് 10 ഗ്രാമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ. അതിൻ്റെ പകരം ഞാൻ വെറും 10 എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നമുക്ക് കറക്റ്റ് അതിൻ്റെ ആൻസർ പറയാൻ പറ്റുകയില്ല. അപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലോട്ട് വരുന്ന സമയത്ത് നമ്മളോട് ഒരു എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട്. ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിളിൻ്റെ ലെങ്ത് എന്ത് ചെയ്യണം, എല്ലാവരും അവനവൻ്റെ പെൻസിൽ എടുത്തിട്ട് ഇങ്ങനെ അളന്ന് നോക്കണം അല്ലേ. ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ അളന്ന് നോക്കാനാണ് നമ്മളോട് ഫസ്റ്റ് പറയുന്ന എക്സ്പെരിമെൻറ്റ്. നമുക്കും ചെയ്തു നോക്കാം അല്ലേ. അപ്പം നമ്മളെ കൂട്ടത്തിലുള്ള ചിഞ്ചു എന്ത് ചെയ്യാണ്, ഈ ഒരു ടേബിൾ വെച്ച് അളക്കുകയാണ്. അവളെ കയ്യിലുള്ള പെൻസിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവൾ അളക്കുന്നത്. അവളെ കയ്യിൽ അല്ലേ ഒരു നോർമൽ പെൻസിലുണ്ട്, അത്യാവശ്യം സൈസുള്ള പെൻസിൽ. അപ്പം അവളിങ്ങനെ അളക്കുകയാണ്. ഇതാണ് നീളം അളക്കുന്നത് അല്ലേ, നീളമാണ് ഇങ്ങനെ അല്ലേ, ഇതാണ് നീളം. ഓക്കെ, നീളം അളക്കുകയാണ്. എങ്ങനെ അളക്കുന്നത്, ഇങ്ങനെ പെൻസിൽ ഇങ്ങനെ വെച്ചിട്ട് അളക്കുന്നത് കേട്ടോ. അപ്പം 1 പെൻസിൽ അളവ്, 2 പെൻസിൽ അളവ്, 3 പെൻസിൽ അളവ് കൊണ്ട് എന്ത് ചെയ്തു അല്ലേ, നീളം കിട്ടി. നീളം ഇസ് ഈക്വൽ ടു എന്താണ്, 3 പെൻസിൽസ് അല്ലെ. 3 പെൻസിൽ അളവാണ് കിട്ടിയിട്ടുള്ളത് ചിഞ്ചുവിൻ്റെത്. നെക്സ്റ്റ് നമ്മളുടെ മഞ്ജു ചെയ്യാണ്, മഞ്ജുവിൻ്റെ പെൻസിൽ എടുത്ത് അളക്കാണ്. മഞ്ജുവിൻ്റെ അടുത്ത് അത്യാവശ്യം വലിയ പെൻസിലാണ്, അത് മാത്രമല്ല കുറച്ച് വെറൈറ്റി പെൻസിലും കൂടി കേട്ടോ. അപ്പോൾ മഞ്ജുവിൻ്റെ പെൻസിൽ എടുത്തപ്പോൾ 1
2 2 പെൻസിൽ അളവായപ്പോഴത്തേന് എന്ത് നമ്മൾ നീളം നമുക്ക് കിട്ടിക്കഴിഞ്ഞു, മഞ്ജുവിന് കിട്ടി. നെക്സ്റ്റ് നമ്മളുടെ ഷുട്ടു എന്ത് ചെയ്യാണ്? ഷുട്ടുവിൻ്റെ പെൻസിൽ വെറൈറ്റിയാണ്, കുഞ്ഞു പെൻസിലാണ്, കുഞ്ഞു പെൻസിൽ വെച്ചിട്ട് അളക്കുകയാണ് അല്ലേ. പെൻസിൽ ഉപയോഗിച്ച് തീർന്നു പോയതാ തോന്നുന്നു. ഓക്കെ, അവൾ അളക്കുന്നു 1 2 3 4 അങ്ങനെ 4 പെൻസിൽ അളവാണ് നമുക്ക് നമ്മളുടെ ഷുട്ടുവിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരേ ടേബിളാണ് ഇവർ 3 പേരും അളന്നത് ഒരേ ടേബിളാണ്, പക്ഷെ കിട്ടിയത് പലർക്കും പല അളവ്. 3 കിട്ടിയവരുണ്ട്, 2 കിട്ടിയവരുണ്ട്, 4 കിട്ടിയവരുണ്ട് അല്ലേ. ഇതൊരു അസമത്വം കാര്യമല്ലേ അല്ലേ. അപ്പോൾ കിട്ടിയ കാര്യം ഒന്ന് ടേബിളിൽ ഇത് നോക്കാം അല്ലേ. 1 2 3 ആരൊക്കെയായിരുന്നു? ചിഞ്ചു, മഞ്ജു, ഷുട്ടു അല്ലേ. ഒരാൾക്ക് എത്ര കിട്ടിയത്? ഒരാൾക്ക് 3 കിട്ടി, ഒരാൾക്ക് 2 കിട്ടി, ഒരാൾക്ക് 4 പെൻസിൽ അളവ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവർ അളന്നത് എല്ലാവരും അളന്നത് ഒരേ ടേബിള്, പക്ഷേ ഇവർക്ക് കിട്ടിയതിൽ എന്തുണ്ട് അല്ലേ, ഒരു അളവുത്തത്തിൽ ആകെപ്പാടൊരു ഡിഫറൻസ് അല്ലേ. ക്വസ്റ്റ്യൻ ഉണ്ട്, ആർ ഓൾ മെഷർമെന്റ്സ് ദി സെയിം? നിങ്ങൾക്ക് ലഭിച്ച അളവ് മറ്റുള്ളവരുടേതായിട്ട് താരതമ്യം ചെയ്യാനാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, എല്ലാ അളവുകളും ഒരുപോലെയാണോ? അല്ല, നോ അല്ലേ. Why are the measurements not equal? എന്തുകൊണ്ടാണ് ഇതെല്ലാതും ഒരുപോലെ അല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, പലരുടെയും പെൻസിലുകൾ അല്ലേ പല വലിപ്പമാണ്. അതുകൊണ്ടാണ് പലർക്കും പല വലിപ്പം അല്ലെ പല ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, നീളം അളക്കുന്നതിന് പണ്ട് പല തോതുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അതെന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ഇപ്പം നമ്മൾ ഈസി അല്ലേ, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എന്താണെന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു വരും. അപ്പോൾ പണ്ടത്തെ കാലത്തോട്ട് പോകണ എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ആൾക്കാരോട് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും അല്ലേ. അവർ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ, അടി, ഫൂട്ട് അല്ലെ, മുഴം നമ്മൾ കേട്ടിട്ടുണ്ട്, ചാണ് അല്ലെ, ചാണ് ഉപയോഗിക്കും. അങ്ങനെ ഒരുപാട് അളവുകളായിരുന്നു പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഹാൻഡ് സ്പാൻ ഉണ്ടോ, ചാൺ ഇവിടെ മുതൽ ഇവിടെ വരെയാണ് ഒരു ചാൺ എന്ന് പറഞ്ഞാൽ ഹാൻഡ് സ്പാൻ എന്ന് പറയും. അത് അളച്ച് പറയാൻ പറ്റും അല്ലേ. ഞാൻ എൻ്റെ നീളം അളക്കുകയാണെങ്കിൽ ഇങ്ങനെ അല്ലേ, ഓരോ അല്ലെ ഇങ്ങനെ അളക്കാം. അതുപോലെ ക്യൂബിറ്റ് ഉണ്ടോ, മുഴം കണ്ടോ, ക്യൂബിറ്റ്. അതുപോലെ ഫൂട്ട്, അടി പാത് അല്ലേ, പാം ഇവിടെ മുതൽ ഇതാണ് ഒരു പാം എന്ന് പറയുന്നത്. അതുപോലെ യാർഡ് കേട്ടോ, ഫുൾ ലെങ്ത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അളവുകൾ എന്തുണ്ടായിരുന്നു പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെന്തുകൊണ്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ പെൻസിലിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അല്ലേ, പലരുടെയും അല്ലെ, ഇപ്പം നമ്മൾ എൻ്റെ ചാൺ എന്ന് പറഞ്ഞാൽ അല്ലെ, എൻ്റെ കൈ വലുതാണെങ്കിൽ എൻ്റെ ചാൺ വലുതാണ്. ഇപ്പം അപ്പുറത്തിരിക്കുന്ന ഒരു കുട്ടീൻ്റെ കൈ ചെറുതാണെങ്കിൽ അവളുടെ ചാൺ ചെറുതാണ്. അപ്പോൾ പലർക്കും ഒരേ സാധനം അളക്കുമ്പോൾ തന്നെ പല മെഷർമെൻറ്റ്സ് ആയിരിക്കും കിട്ടുക അല്ലേ. അപ്പോൾ അവിടെ എന്തില്ല, ഒരു ഇക്വാലിറ്റി ഇല്ല അല്ലേ, ഒരുപോലെ അല്ലല്ലോ, എന്താ അല്ലെ, ആകെപ്പാട് എന്തൊക്കെയോ ആണ് അല്ലേ. അപ്പം അതിൻ്റെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് നിങ്ങളുടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ക്യാൻ റൈറ്റ് ആക്യുറസി കനോട്ട് ബി എൻഷ്യൂർഡ്, ഡിഫിക്കൽട്ട് ടു കമ്പയർ അല്ലേ, താരതമ്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ ഡിഫിക്കൽട്ടി ഇൻ ട്രാൻസാക്ഷൻസ് അല്ലേ, ക്രയവിക്രയം ചെയ്യാൻ എന്താണ് പ്രയാസമാണ് അല്ലേ. ഒരാൾ പറഞ്ഞ നീളമായിരിക്കില്ല മറ്റേ ആളുടെ നീളം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ കൈമാറാനും ഇതാക്കാനൊക്കെ എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ മീറ്റർ സ്കെയിൽ ഉപയോഗിക്കുന്നത്. മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചാൽ എന്താ, അത് എല്ലായിടത്തും എന്താണ് ഒരേ അളവാണ് അല്ലേ. അപ്പോൾ എല്ലാവരും അളക്കുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഭയങ്കര സുഖമാണ്. ഒരു കച്ചവടം ചെയ്യുന്ന സമയത്തും അല്ലേ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്യുന്ന സമയത്ത് ഒക്കെ എന്താണ് ഭയങ്കര എല്ലാതും ഒരുപോലെ ആയി അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ലെങ്ത്തിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ് മക്കളെ, മീറ്റർ ആണ് കേട്ടോ, മീറ്റർ ആണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്താണ്, സ്മോൾ ലെറ്റർ എം ആണ്. ഓക്കെ, അടിസ്ഥാന യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതി കൊടുക്കണം, അതേതാണ്, മീറ്റർ ആണ് കേട്ടോ. ലെങ്ത്തിൻ്റെ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് മീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മീറ്ററിനേക്കാളും ചെറിയ യൂണിറ്റുകളും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ്, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ എന്നൊക്കെ പറഞ്ഞു ചെയ്തിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഇപ്പം ഇതാണ് ഒരു മീറ്റർ സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അല്ലേ, നമുക്കറിയാം അല്ലേ, ഒരുപാട് എന്തുണ്ട് ലൈൻസ് നമുക്ക് കാണാൻ പറ്റില്ല. 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ അങ്ങനെ പോവാണ് അല്ലേ. അതേപോലെ തന്നെ 1 സെൻറ്റിമീറ്ററിനുള്ളിൽ തന്നെ നമുക്ക് 10 കുഞ്ഞു വരകൾ നമുക്ക് കാണാൻ പറ്റൂലേ. ആദ്യത്തെ ഒരു കുഞ്ഞു വരയാണ് 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 10 മില്ലിമീറ്റർ ചേരുമ്പോഴാണ് നമുക്ക് 1 സെൻറ്റിമീറ്റർ കിട്ടുന്നത്, ശരിയല്ലേ. അതേപോലെ തന്നെ മീറ്റർ സ്കെയിൽ, നമ്മൾ സാധാരണ മീറ്റർ സ്കെയിൽ നമ്മൾ ബോക്സിലൊക്കെ ഉള്ള മീറ്റർ സ്കെയിൽ സാധാരണ 15 സെൻറ്റിമീറ്റർ 30 സെൻറ്റിമീറ്റർ ഒക്കെ വരെ ഉണ്ടാവുള്ളൂ അല്ലേ. പക്ഷേ ഈ സ്കെയിലിൻ്റെ നീളം 100 സെൻറ്റിമീറ്റർ വരെ ആകുമ്പോഴാണ് നമുക്ക് 1 മീറ്റർ ഉണ്ടാവുക അല്ലേ. 1 മീറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണ്, 100 സെൻറ്റിമീറ്റർ ആണ് 1
മീറ്റർ എന്ന് പറയുന്നത്. സെറ്റാണല്ലോ. അതേപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയും. ഒരു ഉപകരണം ഉപയോഗിച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റാവുന്ന ഏറ്റവും ചെറിയ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളെ കയ്യിലുള്ള മീറ്റർ സ്കെയിൽ ആണെങ്കിൽ നമുക്ക് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ് എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ഒരു കുഞ്ഞു വര, 1 മില്ലിമീറ്റർ അല്ലേ ഒരു കുഞ്ഞു വര എന്ന് പറയുന്നത്. അപ്പോൾ മീറ്റർ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതി കൊടുക്കണം, അത് 1 മില്ലിമീറ്റർ ആണ്. അതേപോലെ തന്നെ നമ്മൾ വാച്ചൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റാവുന്ന, നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ കയ്യിലുള്ള വാച്ചിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം അല്ലേ. നമ്മളുടെ വാച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റാവുന്ന ഏറ്റവും ചെറിയ അളവാണ് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട്. അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 സെക്കൻഡാണ് അല്ലെ. അതുക്കും ചെറിയ അളവ് നമ്മൾ കൊണ്ട് അളക്കാനാവില്ല അല്ലേ, നമ്മളെ കൊണ്ടാവില്ല. അപ്പോൾ അതാണ് ലീസ്റ്റ് കൗണ്ട്. എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. What is least count? Least count എന്നാൽ എന്ത്? The smallest measurement that can be measured from an instrument അല്ലേ. ഒരു ഉപകരണം ഉപയോഗിച്ചിട്ട് നമുക്ക് അളന്നെടുക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവിനെയാണ് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. മീറ്റർ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് അളക്കാൻ പറ്റാവുന്ന ഏറ്റവും ചെറിയ അളവിനെയാണ് അതിൻ്റെ എന്ത് പറയുന്നത്? ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അതെത്രയാണ്? 1 മില്ലിമീറ്റർ ആണ് അല്ലേ. 1 മില്ലിമീറ്റർ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ത്? ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത്. ഇപ്പം നമ്മൾ സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മീറ്റർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചെങ്കിലും അതിൽ നിന്നുമുള്ള ബേസിക് യൂണിറ്റ്, അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പഠിച്ച മീറ്റർ ആണ്. എന്താണ്? മീറ്റർ. നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ, 2 രീതിയിൽ എഴുതാം. മീറ്റർ. ഓക്കെ, മീറ്റർ ആണ് കേട്ടോ. ഇതിൻ്റെ പ്രതീകം എഴുതുക, സിമ്പിൾ എഴുതുക എന്ന് ചോദിച്ചാൽ സ്മോൾ ലെറ്റർ എം എന്ന് നിങ്ങൾ എഴുതി കൊടുക്കുക. സോ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. ലെങ്ത് നീളത്തിൻ്റെ ബേസിക് യൂണിറ്റ്, അടിസ്ഥാന യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് എഴുതി കൊടുക്കണം മക്കളെ, അതാണ് മീറ്റർ. പ്രതീകം സിമ്പിൾ ചോദിച്ചാൽ സ്മോൾ ലെറ്റർ എം എന്ന് കണ്ണും പൂട്ടി അങ്ങോട്ട് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് സ്മോളർ യൂണിറ്റ്സ്, ചെറിയ യൂണിറ്റുകൾ. മീറ്ററിനേക്കാളും ചെറിയ യൂണിറ്റുകളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലേ. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സെൻറ്റിമീറ്റർ മീറ്ററിനേക്കാളും ചെറുതാണ് അല്ലേ. പിന്നെയോ മില്ലിമീറ്റർ അല്ലേ. മില്ലിമീറ്റർ എം എന്നാട്ടോ എഴുതുക. മില്ലിമീറ്റർ എന്താണ്? മീറ്ററിനേക്കാളും ചെറുതാണ് അല്ലേ. പിന്നെയുണ്ട് കുറച്ച് ആൾക്കാർ, ഓരെ കൂടെ പറഞ്ഞു തരാം. മൈക്രോമീറ്റർ എന്ന് പറയും. എന്താണ്? മൈക്രോമീറ്റർ. മൈക്രോമീറ്റർ ഇതാണ്. അവർ നമ്മൾ എങ്ങനെ എഴുതി കൊടുക്കാറ്? സിമ്പിൾ ചോദിച്ചാൽ ഇതാണ് മൈക്രോമീറ്റർ. ഇതെന്താണ്? മീറ്ററിനേക്കാളും ചെറുതാണ്, വളരെ ചെറിയ യൂണിറ്റുകളാണ് ഇതൊക്കെ കേട്ടോ. മൈക്രോമീറ്റർ. അതുപോലെ ഉണ്ട് നാനോ എന്ന് പറഞ്ഞാൽ അല്ലേ, നാനോ കാർ നിങ്ങളില്ലേ, ചെറിയ കാറല്ലേ, അതുപോലെ നാനോമീറ്റർ. എന്താണ്? നാനോമീറ്റർ. നാനോമീറ്റർ. നാനോ എന്നത് സ്മോൾ, ഒരു എൻ ഇട്ട് കൊടുക്കുക, എന്നിട്ട് മീറ്റർ. നാനോമീറ്റർ. ഇതൊക്കെ എന്താണ്? മീറ്ററിനേക്കാളും ചെറിയ ആൾക്കാരാണ് കേട്ടോ. അവരൊക്കെ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് പഠിച്ച് വെക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ബിഗർ യൂണിറ്റ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് അല്ലേ. ബിഗർ യൂണിറ്റ്സ്, മീറ്ററിനേക്കാളും വലിയ യൂണിറ്റ് ആണ് കിലോമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. കിലോമീറ്റർ, വലിയ ദൂരമൊക്കെ പറയാൻ നമ്മൾ എന്ത് ചെയ്യും? കിലോമീറ്റർ ആണ് അല്ലേ ഉപയോഗിക്കല്. ഇപ്പം ഇവിടെ കോഴിക്കോട് നിന്ന് നമ്മളിപ്പം തിരുവനന്തപുരത്തേക്കുള്ള ദൂരമൊക്കെ നമ്മൾ കിലോമീറ്ററിലൊക്കെയാണ് അല്ലേ പറയാം. അപ്പം അതുക്കും മേലെയുള്ള ഒരുപാട് ദൂരങ്ങളുണ്ട് അല്ലേ. ഇപ്പം നമ്മളെ നക്ഷത്രങ്ങളും നമ്മളെ പ്ലാനറ്റ്സും സ്റ്റാർസൊക്കെ തമ്മിലുള്ള ദൂരം, അതുപോലെ സണ്ണും എർത്തും തമ്മിലുള്ള ദൂരം, ഇതൊക്കെ കുറേ വലിയ ദൂരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ നമ്മൾ ചില പേരുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്? വിളിക്കാറ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, അതേപോലെ തന്നെ ലൈറ്റ് ഇയർ, പ്രകാശവർഷം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വിളിക്കാറുണ്ട്. പാർസെക് എന്ന് പറഞ്ഞ യൂണിറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ മക്കളെ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എർത്ത്, ഇതാണ് നമ്മളുടെ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം ആണ് നമ്മൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റിൽ പറയുന്നത്. എന്താണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്? അപ്പോൾ നിങ്ങളോട് ചോദിക്കും 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ. എന്താണ്? സൂര്യനും ഭൂമിയും തമ്മിലുള്ള ശരാശരി അകലത്തെയാണ് നമ്മൾ 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. വലിയ ദൂരങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് തന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ സൂര്യനും ഭൂമിയും തമ്മിൽ വളരെ വലിയ അകലാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു AU എന്ന് പറഞ്ഞാൽ, ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 15
കോടി കിലോമീറ്റർ ആണ്. എത്ര കോടി കിലോമീറ്റർ ആണ്? 15 കോടി കിലോമീറ്റർ ആണെന്ന് എന്ത് ചെയ്യണം മക്കൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ആസ്ട്രോണമിക്കൽ കുറിച്ച് യൂണിറ്റിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ ലൈറ്റ് ഇയർ പ്രകാശവർഷത്തെക്കുറിച്ച് കൂടി എന്ത് ചെയ്യണം നിങ്ങൾ പഠിക്കണം. സൂര്യനിൽ നിന്ന് എന്ത് ചെയ്യും? ഭൂമിയിലോട്ട് എന്ത് ചെയ്യും? പ്രകാശം വരും അല്ലേ? പ്രകാശം ഇങ്ങനെ വരും. അങ്ങനെ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിച്ചിട്ടുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. എന്താണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് കേട്ടോ? ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിച്ച ദൂരമാണ് ലൈറ്റ് ഇയർ, പ്രകാശവർഷം. അതൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു ഓർമ്മ എന്ത് ചെയ്യണം നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് അല്ലേ ഒരു ക്യാരി ബാഗ് അല്ലെ പ്ലാസ്റ്റിക് കവർ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെ സ്റ്റേഷനറി കടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. ആ ഒരു കവറിൻ്റെ കനം അല്ലെങ്കിൽ തിക്നെസ് പറയുന്നത് ഏത് യൂണിറ്റിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കുറേ യൂണിറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? നമ്മളിങ്ങനെ ലോജിക്ക് വെച്ച് ഇങ്ങനെ നോക്കണം അല്ലേ? നമ്മുടെ ബേസിക് യൂണിറ്റ് അല്ലെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് നമ്മൾ കുറേ യൂണിറ്റുകൾ പഠിച്ചെങ്കിലും അതിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. ഒരു മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ വലുതാണ് അല്ലേ? അപ്പോൾ എന്തായാലും മീറ്ററിനേക്കാളും ചെറിയ ആൾക്കാർ കുറേ ആൾക്കാരെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിലെ മൈക്രോമീറ്ററിലാണ് നമ്മൾ എന്ത് പറയാറ്? ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറിൻ്റെയൊക്കെ കനം അല്ലെങ്കിൽ തിക്നെസ് പറയാറ് കേട്ടോ. വളരെ കുറവാണ് അല്ലേ? വളരെ കുഞ്ഞാണ് അല്ലേ? അതുകൊണ്ട് നമ്മൾ അതിലാണ് പറയലെന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നീളത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വെക്കുക കേട്ടോ. നെക്സ്റ്റ് നീളം പോലെ തന്നെ ഉള്ള ആളാണ് മാസ് എന്ന് പറയുന്നത് അല്ലേ? മാസ്. വാട്ട് ഈസ് മാസ് എന്ന് പറഞ്ഞാൽ എന്താടാ? അതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യും നമ്മൾ പഠിക്കും. നമ്മളിപ്പോൾ കടയിൽ ചെന്നിട്ട് നമ്മൾ പറയണം, നമ്മൾ വീട്ടിൽ നിന്ന് പറയണം ഒരു 2 കിലോ മത്തങ്ങ വാങ്ങിക്കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ പോയിട്ട് പറയും ചേട്ടാ 2 കിലോ മത്തൻ അല്ലേ? മത്തങ്ങ എന്നൊക്കെ പറയണം. അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്യും അല്ലേ? ഇതുപോലൊരു സാധനം എടുക്കും. മാസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ സാധനം നമ്മൾ പറഞ്ഞു തരാണ് ത്രാസ്, അല്ലെങ്കിൽ നമ്മൾ പറയും കോമൺ ബാലൻസ് എന്നൊക്കെ നമ്മൾ സ്റ്റൈലാക്കി പറയും. ഓക്കെ, അപ്പോൾ ഈ കോമൺ ബാലൻസിന് എന്തുണ്ട്? 2 പാനുകളുണ്ട് അല്ലേ? 2 പാനുകളുണ്ട്. അപ്പം നമുക്ക് 2 കിലോ മത്തങ്ങ മതി അല്ലേ? 2 കിലോ മത്തങ്ങ അല്ല നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 7 കിലോ മത്തനാണ്. നമ്മളെ വീട്ടിൽ സൽക്കാരാണ്. അപ്പോൾ 7 കിലോ മത്തനാണ് നമ്മളോട് വാങ്ങാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്യും? ഒരു പാനിൽ 7 കിലോൻ്റെ തൂക്കുകട്ടകൾ ഇടും അല്ലേ? വെയിങ് ബ്ലോക്സ് ഇടും. ഉണ്ടോ? 7 കിലോൻ്റെ തൂക്കുകട്ടകളിടും. എന്നിട്ട് എന്ത് ചെയ്യും? ഇപ്പുറത്തതിൽ എന്ത് ചെയ്യും? മത്തങ്ങ വെക്കും അല്ലേ? അപ്പം ഇത് 2 അല്ലേ? ഒരുപാട് മത്തങ്ങനെ വെച്ച് നോക്കും. അപ്പോൾ ഒരു മത്തങ്ങ എന്ത് ചെയ്യും അല്ലേ? ബാലൻസ് ചെയ്ത് 2 പാനും ഒരുപോലെ ആവുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുക? 7 കിലോൻ്റെ മത്തൻ കിട്ടുന്നത് അല്ലേ? 2 പാനും ഒരുപോലെ ആവും അല്ലേ? ഇതുപോലെയാണ് അല്ലേ മാസ് നമ്മളെ കടയിൽ പോയി കഴിഞ്ഞാൽ അളക്കാറല്ലേ? ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളിത് യൂസ് ചെയ്യാറില്ല. കുറച്ച് മുന്നൊക്കെ ഇതായിരുന്നു, ഈ ഒരു മെത്തേഡായിരുന്നു അല്ലേ യൂസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലോട്ട് വന്നു വാ. It is done after placing a weight block in the pan. What is the purpose of placing the weight? എന്നാണ് നമ്മോട് ചോദിച്ചത്. എന്തിനാണ് അല്ലേ ഒരു തട്ടിൽ തൂക്കുകട്ട വെച്ചതിന് ശേഷമാണല്ലോ അല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത് അല്ലേ? നമ്മളുടെ മാസ് നോക്കുന്നത്. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? രണ്ടും എന്താണ്? ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? 2 പാനും ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ തൂക്കുകട്ട വെക്കുന്നത്. രണ്ടാമത്തെ ചിത്രത്തിൽ ഇരു തട്ടുകളിലെയും അളവുകൾ എപ്രകാരമാണ്? ഒരുപോലെയാണ്. അപ്പം ചെയ്തിട്ടുണ്ട് ഇവിടെ എടുത്ത അതേ മാസം ചെയ്തിട്ടുണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് ഇത് രണ്ടും ഒരുപോലെയാവുക. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ പോയിന്റിലോട്ട് വരാം. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? The substance is a measure of the quantity of matter contained in it. അല്ലേ? ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള അല്ലെ അതിൻ്റെ ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളോട് വീട്ടുകാർ പറയണം, എടാ മോനെ 1 കിലോഗ്രാം പഞ്ചസാര വാങ്ങിക്കൊണ്ടുപോവാ എന്ന് പറയണം. 1 കിലോ പഞ്ചസാര വാങ്ങിക്കൊണ്ടുപോവാ എന്ന് പറയുമ്പോൾ 1 കിലോ പഞ്ചസാര അല്ലെ? 1 കിലോ പഞ്ചസാര. അപ്പോൾ മാസ് എന്ന് പറഞ്ഞാൽ മക്കൾ മനസ്സിലാക്കുക അല്ലെ? ആ പഞ്ചസാരനെ ഇപ്പോൾ നമ്മളൊരു കവറിൽ പഞ്ചസാര എടുത്ത് വെച്ചോ, ആ പഞ്ചസാരൻ്റെ കണികകൾ അല്ലെങ്കിൽ പഞ്ചസാരയുടെ മാറ്റർ അല്ലെ? അതിൻ്റെ ആ ഒരു അതിൻ്റെ ദ്രവ്യം എത്രത്തോളം അതിലുണ്ട് അതിൻ്റെ അളവിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ 1 കിലോ മത്തൻ എന്ന് പറഞ്ഞാൽ മത്തൻ്റെ ഓരോ പദാർത്ഥങ്ങൾ എത്രത്തോളം അതിലുണ്ട് അല്ലെ? അതിൻ്റെ അളവിനെയാണല്ലോ എന്ത് പറയുന്നത്? മത്തൻ്റെ മാസ് എന്ന് പറയുന്നത്. അതിപ്പോൾ 1 കിലോ ആണെങ്കിൽ 1 കിലോൻ്റെ ആൾക്കാരെ ഉണ്ടാവുള്ളൂ അല്ലെ? അങ്ങനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് എ മെഷർ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. ആ വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവ്. പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാരൻ്റെ കണികകൾ അല്ലെ? പഞ്ചസാരൻ്റെ തരികൾ എല്ലാം കൂടെ അവർ മാത്രം അടങ്ങിയിട്ടുള്ള അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇത് പറയുന്നത് അതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, സെറ്റ് അല്ലേ?
റെഡി. അതേപോലെ തന്നെ നമുക്ക് മാസിൻ്റെ യൂണിറ്റുകളെ കുറിച്ചും കൂടെ എന്ത് ചെയ്യണം, കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കാരണം ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂണിറ്റുകളെ കുറിച്ച് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. സാധാരണ നമ്മളോട് പറയുകയാണ് വീട്ടിൽ നിന്ന്, എടാ ഒരു കുറച്ച് പഞ്ചസാര ഉണ്ടെന്ന് പറഞ്ഞാൽ സാധാരണ വീട്ടിലൊക്കെ അല്ലേ പഞ്ചസാര സാധാരണ ഉണ്ട് 2 കിലോ പഞ്ചസാര 1 കിലോ പഞ്ചസാര അല്ലേ. അപ്പോൾ കിലോഗ്രാം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. കിലോ നമ്മൾ പറയാറുള്ളത് കിലോഗ്രാം എന്നാണ് അല്ലേ ആക്ച്വൽ പേര്. അതേപോലെ തന്നെ നമ്മളോട് പറയാണ്, എടാ കടുക് തീർന്നടാ, പപ്പടം നമ്മളെ പപ്പടം പൊരിക്കാനല്ലടാ, കടുക് അച്ചാറുണ്ടാക്കണടാ, അയ്യോ കടുക് തീർന്നു എന്ന് പറയാണ്. അപ്പോൾ നമ്മളോട് അമ്മ പറയും, കുറച്ച് പോയി കടുക് വാങ്ങിക്കൊണ്ട് പറയാം. അപ്പം നമ്മൾ കടുക് എങ്ങനെ വാങ്ങാം, ചേട്ടാ ഒരു 100 ഗ്രാം കടുക് എന്നൊക്കെ നമ്മൾ പോയി പറയും അല്ലേ. അതുപോലെ തന്നെ നമുക്കറിയാം സ്വർണ്ണത്തിൻ്റെ വില എന്താണ്, ഭയങ്കര കൂടുതലാണ് അല്ലേ. അപ്പം നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ സ്വർണം വാങ്ങാനോ അല്ലെങ്കിൽ കൊടുക്കാനൊക്കെ പോകുന്ന സമയത്ത് കടക്കാരൻ പറയാറുണ്ട്, ഒരു പവന് ഇതിലൊരു 4 മില്ലിഗ്രാമിൻ്റെ കുറവുണ്ട് അല്ലേ, അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പം മില്ലിഗ്രാം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഈ അടക്ക തേങ്ങയ്ക്ക് ഒരുപാടുണ്ടെങ്കിൽ ചാക്ക് കണക്കിൽ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണെങ്കിൽ അല്ലേ, നമ്മൾ വിൽക്കുന്ന സമയത്ത് നമ്മളോട് പറയാറുണ്ട്, ഇതൊരു 2-3 കിൻഡൽ ഉണ്ട് അല്ലേ, 2 കിൻഡൽ 3 കിൻഡൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ക്വിൻറ്റൽ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആന എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മാസികമായിട്ടുള്ള ഒരു മൃഗമാണ് അല്ലേ. ആനയൊക്കെ മാസ് പറയുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, അയ്യോ 2-3 ടണ്ണുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ടൺ എന്ന് പറയുന്ന യൂണിറ്റ് ഒന്നുണ്ട് നമ്മുടെ മാസിനുണ്ട്. നമ്മൾ ഒരുപാട് യൂണിറ്റുകളെ കുറിച്ച് പരിചയപ്പെട്ടു അല്ലേ. കിലോഗ്രാം, ഗ്രാം, മില്ലിഗ്രാം, പിന്നെയോ നമ്മളെ ക്വിൻ്റല്, ടൺ എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മളുടെ ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് ആരാണ്, നമ്മളുടെ കിലോഗ്രാം ആണ്. എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കണം, ഒരു ക്വിൻ്റൽ എന്ന് പറയുന്നത് 100 കിലോഗ്രാം ആണ്. 1 ക്വിൻ്റൽ കേട്ടോ, 100 കിലോഗ്രാം ആണ് 1 ക്വിൻ്റൽ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ്, ഒരു ടൺ എന്ന് പറയുന്നത് അപ്പോൾ എത്ര കിലോഗ്രാം ആയിരിക്കും, 1000 കിലോഗ്രാം ആണെന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, സെറ്റ് അല്ലേ. അപ്പം നമ്മൾ ലെങ്ത്തിനെ കുറിച്ച് പഠിച്ചു, നീളത്തെക്കുറിച്ച് പഠിച്ചു. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്ററാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ആളെ നമ്മൾ പഠിച്ചു മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സമയം, ടൈമിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ ഓരോ സമയവും വിലപ്പെട്ടതാണ് അല്ലേ, ആണ്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് 3 സമയങ്ങളിൽ നമ്മളെ ഫ്ലാഗ് പോളിൻ്റെ ഷാഡോ നമ്മളോട് നോക്കാൻ പറയാം അല്ലേ. സ്കൂളിൻ്റെ മുന്നിലുള്ള ഫ്ലാഗ് പോൾ ഉണ്ട് അല്ലേ. അപ്പം നോക്കിക്കോളൂ മക്കളെ, നോക്കിക്കോളൂ. മോർണിംഗ് രാവിലെ നമ്മൾ ഫ്ലാഗ് പോൾ എങ്ങനെയാണ് അല്ലേ, ഇങ്ങനെ റൈറ്റ് സൈഡിലാണ് വന്നിട്ടുള്ളത് അല്ലേ. റൈറ്റ് സൈഡിലാണ്, നിഴൽ അത്യാവശ്യം വലുപ്പമുണ്ട്. ഉച്ചയായപ്പോൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ നിഴൽ കുഞ്ഞായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് നേരെ അല്ലേ, നേരെ എന്താണ് അല്ലെ സ്ഥലം മാറിയിട്ടുണ്ട്. നമ്മുടെ നിഴലിൻ്റെ സ്ഥലം മാറിയിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നോക്കിയോ, ഇവിടെയാണ് അല്ലേ വരുന്നത്. ഇനിയിപ്പം ഈവനിങ് ആയപ്പോഴേക്കും ഫ്ലാഗ് പോൾ അല്ലേ, നമ്മളുടെ നിഴൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പുറത്തെ സൈഡിലൊക്കെ ആയിട്ടുണ്ട് അല്ലേ, നീളവും മാറിയിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ സമയത്തിനനുസരിച്ച് നിഴലിൻ്റെ സ്ഥാനം എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഇവയിൽ ഏറ്റവും കുറഞ്ഞ നിഴൽ രൂപപ്പെടുന്നത് എപ്പോഴാണ്, കണ്ടാൽ അറിയാം അത് നൂണാണ് അല്ലേ, ഉച്ചയ്ക്കാണ് അല്ലേ, ഉച്ചയ്ക്കാണ്. വാട്ട് ഈസ് ദ റീസൺ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ആ സമയത്താണ് നമ്മുടെ സൂര്യൻ അല്ലെ നേരെ അല്ലെ നമ്മൾ മുകളിൽ വന്ന് നിൽക്കുന്ന സമയത്ത്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ ഇപ്പോൾ നമുക്കല്ലേ ഇപ്പോൾ സമയം നോക്കണമെങ്കിൽ ഹലോ എടി സമയം എത്രയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സമയം കൃത്യമായിട്ട് അറിയാൻ പറ്റൂലേ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അല്ലെ പണ്ടത്തെ കാലത്ത് അവർക്ക് എന്തുണ്ടായിരുന്നില്ല, അതുപോലെ ഫോണോ വാച്ചോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ നിഴൽ ഷാഡോൻ്റെ പൊസിഷൻ അല്ലെ ഓരോ സമയത്തും മാറി മാറി വന്നിട്ടുണ്ട് അല്ലേ. മോർണിംഗിൽ ഇവിടെയായിരുന്നു, നൂണായപ്പോൾ ഇങ്ങനെയായി, ഈവനിങ് ആയപ്പോൾ വീണ്ടും അതിന് സ്ഥാനം മാറിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു നിഴലിൻ്റെ സ്ഥാനം നോക്കിയിട്ടായിരുന്നു പണ്ട് കാലത്തുള്ള ആൾക്കാരൊക്കെ എന്തിട്ടുണ്ടായിരുന്നത്, സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് കറക്റ്റ് ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ 12, 11 അങ്ങനെയൊന്നും പറയാൻ പറ്റിയിട്ടുണ്ടായില്ല. ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആയിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് അവർ സൺ ഡയൽ നിഴൽ ഘടികാരങ്ങൾ എന്തിരുന്നു, ഒരു ഏകദേശ സമയം നോക്കാൻ വേണ്ടിയിട്ട് എന്തിരുന്നു യൂസ് ചെയ്തതാണ്. ഇതൊന്നാണ് നിഴൽ, കണ്ടോ നിഴൽ ഘടികാരം, അതാണ് നിഴൽ ഘടികാരം. നിഴൽ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തിരുന്നത്, സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കണ്ടോ നിഴൽ എന്ത് ചെയ്യും, ഓരോ സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യും, നിഴൽ ഇങ്ങനെ എന്ത് ചെയ്യും, മാറി 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 വരും അല്ലേ. അപ്പം അതിൻ്റെ സ്ഥാനം നോക്കിയിട്ടായിരുന്നു പണ്ട് കാലത്ത് അവർ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ രാത്രി ആയാൽ എന്താണ്, ലൈറ്റില്ല അല്ലേ, സൂര്യനില്ല. അപ്പം രാത്രി കാലങ്ങളിൽ സമയം നോക്കാൻ അവർ നല്ല മൂണിൻ്റെ പൊസിഷൻ, ചന്ദ്രൻ്റെ സ്ഥാനം, അതുപോലെ നക്ഷത്രങ്ങളുടെ സ്ഥാനമൊക്കെ നോക്കിയിരുന്നു. ഓക്കെ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ആൻഡ് അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് സോളാർ ഡേ, അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോളാർ ഡേ
ഒരു നട്ടുച്ച മുതൽ അടുത്ത ദിവസത്തെ ഉച്ച വരെ സമയം വരെയാണ് നമ്മൾ എന്ത് പറയുന്നത് 1 സോളാർ ദിനം അല്ലെങ്കിൽ ഒരു സോളാർ ഡേ എന്ന് പറയുന്നത് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ നാളത്തെ 12 മണി വരെയുള്ള സമയമാണ് ഉദ്ദേശിക്കുന്നത്. അത് 24 മണിക്കൂറാണ് ഒരു സോളാർ ഡേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഏതാണ്? സോളാർ ഡേ, സോളാർ ദിനം. അങ്ങോട്ട് അടിച്ചു വിട്ടോളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ് മക്കളെ? മനസ്സിലാക്കുക, സെക്കൻഡ് ആണ് അല്ലേ. നമുക്കറിയാം, നമ്മൾക്ക് ഒരുപാട് യൂണിറ്റുകൾ അറിയാം. മിനിറ്റിൽ നമുക്ക് പറയാൻ അറിയാം, ഹവറിൽ അല്ലെ മണിക്കൂർ നമുക്കറിയാം, അതുപോലെ തന്നെ സെക്കൻഡ് ഒക്കെ നമുക്കറിയാമെങ്കിൽ നമ്മൾ ഏറ്റവും പുച്ഛിച്ച് വിടുന്ന അല്ലെ, നമ്മളെ സെക്കൻഡ് നമ്മൾ പരിഗണിക്കാനും പോലില്ല. പക്ഷെ മക്കൾ മനസ്സിലാക്കി വെക്കണം, നമ്മളെ ടൈമിന്റെ സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് ഇതിൽ സെക്കൻഡ് ആണ് അല്ലെ. ആരും പരിഗണന കൊടുക്കാത്ത നമ്മുടെ സെക്കൻഡ് ആണ് ഇതിന്റെ അടിസ്ഥാന യൂണിറ്റ് അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ചോദിച്ചാൽ സെക്കൻഡ് ആണ്. സെറ്റാണല്ലോ. അതിൻ്റെ സിമ്പിൾ ചോദിച്ചാൽ ആരാണ്? സിമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതി കൊടുക്കാം, അത് എസ് അല്ലേ. സ്മോൾ ലെറ്റർ എസ് ഇടാൻ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ പറയാണ്. ഒരു ഡേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 24 മണിക്കൂറാണ് അല്ലേ ഒരു ദിവസം. കണക്ക് നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ. കാരണം ഒരു ദിവസം ലീവ് ഉണ്ടെങ്കിൽ നമ്മളോട് അല്ലെ, നമ്മൾ ഫോണിൽ നോക്കുകയാണെങ്കിൽ അല്ലെ കുറേ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് കുറേ പണിയൊക്കെ എടുത്തിട്ട് കുറേ എഴുതാനുള്ള ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ 2 മിനിറ്റ് ഫോൺ എടുക്കുന്നത്. ആ സമയത്തായിരിക്കും അമ്മ കാണാം 24 മണിക്കൂറും ഫോണുമേ അല്ലെ. 24 മണിക്കൂറാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. 24 മണിക്കൂറാണ്. ആൻഡ് ഒരു ഹവർ എന്ന് പറയുന്നത്, ഒരു മണിക്കൂർ എന്ന് പറയുന്നത് മക്കൾ മനസ്സിലാക്കണം 60 മിനിറ്റ് ആണ്. ആൻഡ് ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. സെറ്റാണല്ലോ. കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതിൻ്റെ കൂടെ ഈ ക്ലാസ്സിലെ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നിങ്ങൾ ഇത്രയും പഠിച്ച തിയറി കറക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വാട്ട് ഈസ് മാസ് ആൻഡ് വാട്ട് ഈസ് എ ബേസിക് യൂണിറ്റ് ഓഫ് മാസ്? മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ത്? മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥത്തിന്റെ അളവ് അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ എമൗണ്ട് ഓഫ് മാറ്റർ അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ് എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിക് യൂണിറ്റ് ചോദിച്ചാൽ നമുക്കറിയാം കിലോഗ്രാം ആണ് അല്ലേ. അതിൻ്റെ സിമ്പിൾ kg. ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്, മറക്കരുത് കേട്ടോ. നെക്സ്റ്റ്, റൈറ്റ് ഡൗൺ 2 സ്മോളർ യൂണിറ്റ്സ് ഓഫ് മാസ്. മാസിൻ്റെ 2 ചെറിയ യൂണിറ്റുകൾ എഴുതാനാണ്. ചെറിയ യൂണിറ്റുകൾ എഴുതുമ്പോൾ കിലോഗ്രാമിനേക്കാളും ചെറിയ യൂണിറ്റുകൾ എഴുതാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഗ്രാം പറ്റൂലേ. അതുപോലെ മില്ലിഗ്രാം ഒക്കെ എന്താണ്? കിലോഗ്രാമിനേക്കാളും ചെറിയ യൂണിറ്റുകളാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കൊരു ഹോംവർക്ക് ഉണ്ട്. ഹൗ മെനി കിലോഗ്രാം ഈസ് 1 ടൺ? ഒരു ടണ്ണ് എത്ര കിലോഗ്രാമിന് സമമാണ് എന്നാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങളെ കമൻസ് ഒക്കെ ഞാൻ നോക്കും. അതുപോലെ ഇതേപോലെ അല്ലേ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കാണാം. നിങ്ങൾ കമൻസും മറക്കണ്ട കേട്ടോ, ഞാൻ നോക്കും. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്.